Good morning friends. Garam Masalയുടെ ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് റെസിപ്പിയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു LCHF ബ്രേക്ക്ഫാസ്റ്റ് മെനുവുമായിട്ടാണ്. ഇന്നത്തെ നമ്മുടെ മെനു മട്ടൺ കേക്ക്, കുറച്ച് കുക്കുംബർ, കുറച്ച് ബദാം, വാൾനട്ട്, പിന്നെ ബട്ടർ കോഫി ഇവയാണ്. LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മട്ടൺ കേക്ക്. സാധാരണ ഒരു നോൺ വെജിറ്റേറിയൻ കേക്കാണിത്. ഇതിന്റെ ബേസായി ഉപയോഗിച്ചിട്ടുള്ളത് കുറച്ച് വെജിറ്റബിൾസും മട്ടനും പിന്നെ മുട്ടയുമാണ്. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഇത് നല്ല ടേസ്റ്റുമാണ്. ഈ കേക്കിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ ലഞ്ചിലും ഡിന്നറിലും എല്ലാം സെർവ് ചെയ്യാം. ലഞ്ചിനും ഡിന്നറിനുമെല്ലാം ഇതിന്റെ കൂടെ കൂടുതൽ വെജിറ്റബിൾസ് ഉപയോഗിക്കാം. തോരനായോ അല്ലെങ്കിൽ സാലഡായോ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വളരെ ഈസിയായി മട്ടൺ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ കേക്കിന് വേണ്ടി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. കുറച്ചധികം വെജിറ്റബിൾസ് ചേർത്തിട്ടുള്ള ഒരു കേക്കാണിത്. ഇവിടെ ഞാൻ ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 4 വലിയ വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് ഇവയെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസുള്ള സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, സവാളയുടെ എണ്ണം കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ 1/2 പീസ് ക്യാപ്സിക്കം, 1 തക്കാളി, കുറച്ച് ക്യാബേജ് ഇവയെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലോട്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, സവാള ഇവ ചേർക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് തന്നെ വഴറ്റിയെടുക്കണം, പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയെ ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. ഈ തക്കാളിയുടെ വെള്ളം മുഴുവൻ വറ്റി വരണം, അല്ലെങ്കിൽ ഈ തക്കാളിയുടെ റോസ്മെൽ ഉണ്ടായിരിക്കും കേക്കിൽ. നമ്മുടെ തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ക്യാബേജ് ഇവ ചേർക്കാം. ഇതിലോട്ട് വേണ്ട ഉപ്പ് കൂടെ ചേർക്കണം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിനെ. ഇതൊന്ന് വഴന്നു വരണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഞാൻ മട്ടനാണ് ചേർക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനാണ്. ഈ മട്ടനെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചതിന് ശേഷം ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ഇവയാണ് ചേർക്കുന്നത്. ഇതിന്റെ റോസ്മെൽ പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ വെജിറ്റബിൾസുമായി മിക്സ് ചെയ്യാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1 പിഞ്ച് ഗരം മസാല പൗഡർ, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇവ കൂടി ചേർക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത്. ചെറുതാണെങ്കിൽ 5 മുട്ട എടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒന്നുകിൽ ഇതിനെ വിസ്ക് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനെ നമുക്ക് ചൂടാറിയിട്ടുള്ള മട്ടൺ വെജിറ്റബിൾ മസാലയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കിനി കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഒരു സോസ് പാനോ ഫ്രൈങ് പാനോ എല്ലാം ഉപയോഗിക്കാം. ഇന്ന് ഞാനിവിടെ ഒരു ഫ്രൈങ് പാനാണ് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നന്നായി ഒന്ന് ചുഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഒഴിക്കാം. സോസ് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കേക്കിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കും. ഫ്രൈങ് പാൻ ആണെങ്കിൽ ഒന്ന് പരന്ന കേക്ക് ആയിരിക്കും കിട്ടുക. നന്നായി സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഒരു ദോശ പാൻ വെച്ച് അതിന്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ പാൻ വെച്ചിട്ടുള്ളത്. അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിനെ ഏകദേശം 25 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കേണ്ടി വരും.
അത് നമ്മുടെ പാനിനും ഫ്ലെയിമിനും അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ പാനിൽ നിന്നൊന്ന് മാറ്റാം. ഇനി ഇതിനെ ഞാൻ ചൂടായിട്ടുള്ള ഒരു ദോശ പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്യാണ്. 2-3 മിനിറ്റ് വെരി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമെല്ലാം നല്ല ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ആൻഡ് മട്ടൺ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈ കേക്കിനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ കേക്കിന്റെ പകുതി ഭാഗം ഉപയോഗിക്കുകയാണെങ്കിൽ 2 മുട്ട കഴിച്ച എഫക്റ്റ് ഉണ്ടായിരിക്കും. ആവശ്യാനുസരണം 2-3 പീസ് കേക്ക് എടുക്കാം. ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ആൽമണ്ട്സും വാൾനട്ടും എടുത്തിട്ടുണ്ട്. 2-3 വാൾനട്ടും 5-6 ആൽമണ്ട്സും എടുത്തിട്ടുള്ളൂ. അടുത്തതായി നമുക്ക് ബട്ടർ കോഫി കൂടി എടുക്കാം. 20 ഗ്രാം ബട്ടറിലോട്ട് കോഫി ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർ കോഫി ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ മട്ടൺ കേക്കിന് പകരമായി ബീഫ് കേക്കോ ചിക്കൻ കേക്കോ എല്ലാം ഉപയോഗിക്കാം. അവയെല്ലാം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബാക്കിയുള്ള കോഫി കൂടെ ഇതിലോട്ട് ഒഴിച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് LCHF ഈറ്റിംഗ് ഹാബിറ്റ് കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ വിശക്കുന്ന സമയത്ത് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോൾ വിശപ്പ് നിൽക്കുന്നു അപ്പം നിർത്തണം കഴിക്കുന്നത്, അല്ലാതെ വാരി വലിച്ച് കഴിക്കരുത്. അതുപോലെ 2 ഭക്ഷണങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കഴിയുന്നത്ര നീട്ടാൻ ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കണം. വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, ബട്ടർ എന്നിങ്ങനെയുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കൊഴുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. ഒരു ദിവസം കുറഞ്ഞത് 3.5 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ മെനു മട്ടൺ കേക്ക്, കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ, കുറച്ച് നട്ട്സ്. ഇവിടെ ഞാൻ ബദാമും വാൾനട്ടുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ കോഫിയും. നമുക്കിതിനെ സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും നല്ല ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റ് റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.